സാറേ, ഓപ്പറേഷൻ ലോട്ടസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ കേൾക്കുന്നത് തലസ്ഥാനത്ത് നടത്തിയത് ഓപ്പറേഷൻ മോദിയാണെന്നാണ്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ഒരു അഴിമതിയുടെ പേരിലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിൻ്റെ പേരിലോ ഒന്നും ആർക്കും വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റ്, അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അവർ വന്നപ്പോൾ ആദ്യം രക്ഷപ്പെടില്ലെന്നൊക്കെ കരുതി. പക്ഷേ അവർ വളരെ സൗമ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്നു, അവർ വിജയിക്കുന്നു. എന്നിട്ട് മേയറാകത്തോണ്ട് അസംതൃപ്തി എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വി കെ പ്രശാന്തുമായിട്ടുള്ളൊരു സംസാരത്തിനിടയിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരി പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടതെന്ന് അവർ കാണിച്ചു. വളരെ സ്നേഹത്തോടെ CPM MLA യുടെ മുറിയിലേക്ക് ചെന്നിട്ട് എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചു. പക്ഷേ ശ്രീലേഖ അവിടെ തുറന്നു വിട്ടത് ഒരു അഴിമതിയുടെ വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റമാണ്. ഈ പ്രശാന്ത് ഇത്രയും കാലം 1000 രൂപയിൽ താഴെ വാടക കൊടുത്ത് 300 സ്ക്വയർ ഫീറ്റുള്ള മുറി സ്വന്തമാക്കി വെച്ച് നടത്തുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മേയറായിട്ടുള്ള VV രാജേഷും പുറത്തുവിട്ടു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുടെ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനില്ലേ? ഓപ്പറേഷൻ മോദിയാണോ അപ്പോൾ ഓപ്പറേഷൻ ശ്രീലേഖയാണോ? ഓപ്പറേഷൻ മോദിയുടെ ഒരു പതിപ്പിനെ അനുകരിച്ച് വേണമെങ്കിൽ ഓപ്പറേഷൻ ശ്രീലേഖ എന്ന് തന്നെ പറയാം. മോദി വരാൻ പോകുന്നുണ്ടല്ലോ അവിടെ. അതെ, വിഷൻ 45 ദിവസത്തിനുള്ളിൽ വരുമെന്ന് രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയില്ല, ഇനി 30 ദിവസം കഴിഞ്ഞു എന്ന് രാജേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, അത് നേരത്തെ പറഞ്ഞാണ്. അപ്പൊ അവിടെ എനിക്ക് മറ്റേ ശ്രീലേഖയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ BJP ഒരു യൂണിഫോം കൂടി ശ്രീലേഖയ്ക്ക് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോ മകന്റെ അല്ലെ, ശ്രീലേഖയുടെ മകന്റെ വിവാഹത്തിന് ദിവസം മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ് പ്രശാന്ത് എന്ന് അവർ പറഞ്ഞത്. മുഴുവൻ ഉണ്ടായിരുന്നല്ല സാറേ, 2500ഓളം പേര് പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ പ്രശാന്ത് സ്റ്റേജിലായിരുന്നു, വേദിയിലായിരുന്നു. അത്രയും അടുപ്പമുള്ള ഒരാൾക്കല്ലേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പം ഈ പ്രശാന്തിന്റെ മുഖം ആകെ വിളറി വെളുത്തു പോയി എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, പ്രശാന്തെ ഞാൻ സൗമ്യമായിട്ടല്ലേ ചോദിച്ചത്, 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ കരാർ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് മുറി വിട്ടു തരാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്. അല്ലെങ്കിൽ ആ സംഭാഷണം പുറത്തേക്ക് വിടുമെന്ന് മീഡിയയുടെ മുമ്പിൽ ചോദിച്ചതോടുകൂടി പ്രശാന്ത് വല്ലാതെ ഒരു എന്താ പറയുക, ആശങ്കാകുലനായിട്ട് കാണപ്പെടുകയും ചെയ്തു. അങ്ങനെയല്ലേ ശരിക്കും ഒരു രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടത്? ഐ പ്രേയ്ഡ് എന്നാണ് ശ്രീലങ്ക പറഞ്ഞത്. ഞാൻ യാചിച്ചു എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. പക്ഷെ എൻ്റെ ശബ്ദവും അതിൽ VK പ്രശാന്തിൻ്റെ ടോണും ഒന്ന് കേട്ട് നോക്കൂ എന്ന് ശ്രീലേഖ പറഞ്ഞു. അപ്പൊ ഇത്രയും ബന്ധമുള്ള ശ്രീലേഖ അങ്ങോട്ടൊന്ന് ഒഴിഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോ പ്രശാന്ത് കടുത്ത ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അന്ന് ഫോൺ സംഭാഷണം അങ്ങനെയായിരുന്നു എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അതെ, നിങ്ങൾ ടോൺ കേട്ട് നോക്കണം, ഞാൻ യാചിക്കുകയായിരുന്നു, അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് ഞാൻ ആദ്യം നമ്മൾ ദൂരെ നിന്ന് കൊച്ചിയിൽ നിന്നാണല്ലോ കാണുന്നത്. ആ കോർപ്പറേഷൻ ഓഫീസിന്റെ അകത്തായിരിക്കുന്നതാണ് ഞാൻ കരുതിയത്. അതല്ല, ഇത് ശാസ്തമംഗലം വട്ടിയൂർക്കാവ് പ്രശാന്തിന്റെ MLA വട്ടിയൂർക്കാവ് മണ്ഡലമാണല്ലോ, അതിൽപ്പെട്ട സ്ഥലമാണ് ശാസ്തമംഗലം. ശാസ്തമംഗലത്ത് ആണ് ഇവര് അവിടെ നിന്നുള്ള കൗൺസിലറാണ്. അവിടെയുള്ള ഒരു ആരോഗ്യ വകുപ്പിന്റെയോ മറ്റോ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസോ മറ്റോ ആണ് അല്ലേ നേരത്തെ. അതെ, അതിൽ നിന്ന് ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ കൗൺസിലർ കൊടുത്തു. പക്ഷെ അന്ന് പ്രശാന്ത് മേയറായിരുന്നു, ഭരണ LDFന്റെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് പാർട്ടീഷൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ പറയാം. അതിൽ അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇത് അതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള കൗൺസിലർ CPM തന്നെ ആയിരുന്നതുകൊണ്ട് ഇതിന്റെ അകത്തെ ആ ബാത്റൂമിന്റെ അടുത്തുള്ള എന്തോ ഒരു സംവിധാനമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് ശ്രീലേഖയ്ക്ക് പറ്റില്ല എന്നുള്ളതാണല്ലോ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവം. മാത്രല്ല MLA ഹോസ്റ്റൽ വളരെ അടുത്താണല്ലോ. 31, 32 എന്ന് പറയുന്നത് 2 മുറികളും അനുവദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ മുറിയിൽ ഓഫീസ് പ്രവർത്തിക്കും. പക്ഷേ ഇപ്പോൾ പ്രശാന്ത് ന്യായീകരിച്ചേക്കുന്നത് എൻ്റെ ഓഫീസിലേക്ക് ആളുകൾ വരുമ്പോൾ മുകളിലത്തെ നിലയിൽ കയറി വരണം, അത് വേണ്ട. അതുകൊണ്ട് ഞാൻ ശാസ്തമംഗലത്തിൽ ഓഫീസ് എടുത്തു, അവിടേക്ക് വരണോ വേണ്ടോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞത് ശബരിനാഥ് എന്ന് പറയുന്ന മറ്റൊരു കൗൺസിലർക്കുള്ള മറുപടിയാണ്. ശബരിനാഥ് ഈ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നു, നിങ്ങളും സംഖ്യയായോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ശബരിനാഥ് ഒരു കാര്യം പറഞ്ഞു, വിഷയാധിഷ്ഠിതമായ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. കുറിക്കൊള്ളുന്ന മറുപടി അവിടുത്തെ സ്വാഭാവികമായിട്ടും അവിടെ മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു MLA
ഹോസ്റ്റലിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്, കെ മുരളീധരൻ നേരത്തെ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രശാന്തിനെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, വട്ടിയൂർക്കാവിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ വോട്ട് ഏതാണ്ട് 30,000-ന് മുകളിലേക്ക് എത്തി. തൊട്ടടുത്തുള്ള നിയമം മണ്ഡലവും അല്പം പരിഭ്രാന്തി ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശ്രീലേഖയെ തിരുവനന്തപുരത്ത് ഒരു മേയറായിട്ടല്ല BJPയുടെ ദേശീയ നേതൃത്വം കാണുന്നത് എന്ന് പറഞ്ഞാൽ നാളെ പ്രശാന്തിന് ഭീഷണിയായിട്ട് അവിടെ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖ പ്രത്യക്ഷപ്പെട്ടുകൂടാ എന്ന് പറയാൻ പറ്റുമോ? ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ എഴുതിയിരുന്നതാണ്. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് ഇനി വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. ശ്രീലേഖയെ സംബന്ധിച്ച് അങ്ങനെയില്ല. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ദീപ്തിക്കൊരു ആശ്വാസമുണ്ട്, അവിടെ ശ്രീലേഖയല്ല മേയറാക്കിയത് എന്നുള്ളത് ആശ്വാസമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കുറിപ്പാണ്. അതിൽ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ശ്രീലേഖയ്ക്ക് ഇനി രാജേഷ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജേഷിന് ഇത് പോരാ, MLA ആകണമെന്ന് തോന്നിയിട്ട് അദ്ദേഹം മേയർ സ്ഥാനം രാജിവെച്ചിട്ടേ MLA ആകാൻ പോവുകയെന്നിരിക്കട്ടെ, വട്ടിയൂർക്കാവൂലോ മറ്റോ നേമത്ത് സ്ഥാനാർത്ഥി ആയിപ്പോയാലോ രാജീവ് ചന്ദ്രശേഖര. അപ്പൊ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ട് രാജേഷ് മേയറായ ഒരാളല്ലേ, അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടും, അതെ, പദവിയോടെ ഒഴിയും രാജേഷ് അങ്ങനെ പോവുകയാണെങ്കിൽ. അതല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ വട്ടിയൂർക്കാവ്, ജയിക്കാൻ സാധ്യതയുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് അവിടെ ശ്രീലേഖയ്ക്ക് നിൽക്കാം. ശ്രീലേഖയുടെ മുമ്പിൽ ഇമ്മൻസ് പോസിബിലിറ്റീസ് ആണ്, ഒരുപാട് സാധ്യതകൾ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വട്ടിയൂർക്കാവിലാണെങ്കിൽ ഇപ്പൊ നിയമവും വട്ടിയൂർക്കാവിന്റെ രണ്ടെണ്ണം എന്തായാലും എഴുതി തള്ളിയ പോലെയാണ്, അത് CPM അല്ലേ, നിവൃത്തിയില്ല. അപ്പൊ ആദ്യമേ നിർദ്ദിഷ്ട സ്ഥാനാർത്ഥിയെ ആക്രമിക്കണം എന്ന് CPM തീരുമാനിച്ചു. അത്രയൊക്കെ വിവരം അവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ CPM ആണ് ആ വടിയെടുത്തതെങ്കിലും അടി കൊണ്ടതും അവർക്ക് തന്നെയാണ്. കാരണം 250 രൂപ മാസ വാടകയ്ക്ക് കോർപ്പറേഷൻ്റെ പല കെട്ടിടങ്ങളും പലരും വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത തലമുറകളിലേക്ക് കൈമാറി പോകുന്നു. തിരുവനന്തപുരം പോലെയുള്ള ഒരു വലിയ നഗരത്തിൽ 250 രൂപയ്ക്ക് ഒരു കടമുറി കിട്ടുക എന്ന് പറഞ്ഞാലോ, അപ്പോൾ അത് മറിച്ചു കൊടുക്കുമ്പോൾ 10,000-ങ്ങളോ 20,000-ങ്ങളോ ഒക്കെ ആയിരിക്കും. അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ കാലാകാലങ്ങളായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ എന്ത് അഴിമതിയാണ് നടക്കുന്നതെന്ന് പുറം ലോകം അറിയില്ല. അവർക്കത് ഒതുക്കി വെക്കാൻ പറ്റും. പക്ഷേ BJP ഇപ്പോഴല്ലേ വന്നത്? അല്ല, സോറി CPM ഞാൻ തിരിഞ്ഞു പോയതാണ്. CPM-ന് അത് ഒതുക്കി വെക്കാൻ പറ്റും. പക്ഷേ BJP-യുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ വരുമ്പോൾ ഈ കണക്കുകൾ, ഓഡിറ്റ് റിപ്പോർട്ട് ഒക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയും തലസ്ഥാനത്തെ ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അഴിമതിയുടെ കണക്കുകൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വിട്ടാൽ മുൻ മേയറായ ശിവൻകുട്ടി, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശാന്ത്, ഇപ്പോഴത്തെ ആര്യ രാജേന്ദ്രൻ, ഒരുപാട് പേര് വെള്ളം കുടിക്കേണ്ടി വരില്ലേ? അത് വരും. ആര്യ രാജേന്ദ്രനെതിരെ അല്ലെങ്കിൽ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, അവിടുത്തെ ഫണ്ടൊന്നും മര്യാദയ്ക്ക് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ് നേരത്തെ. ഇതിൻ്റെ അകത്തുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തെ സമയം അല്ലേ? അതെ, 3 മാസവും കൂടി കരാറിന്റെ സമയമുണ്ട്. കരാറിന്റെ ഈ കരാറുണ്ടോ കാര്യമൊക്കെ സംശയം. അല്ല, പ്രശാന്ത് അവകാശപ്പെടുന്നുണ്ടാകാം, പോട്ടെ 3 മാസം കൂടെ ഉണ്ടെന്ന്. അല്ല, അതിൻ്റെ അകത്തൊക്കെ ഞാൻ പറഞ്ഞു വരിക. അപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞത് MLA ഹോസ്റ്റലിലെ 2 മുറി പ്രശാന്തിനുണ്ടെന്നാണ്. അതെ. ഈ പാർട്ടിയെ നന്നായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, 3 മാസം സമയം അപ്പൊ പ്രശാന്തിന് വേറൊരു കാര്യത്തിന് വേണമായിരിക്കും. ഈ MLA ഹോസ്റ്റലിലെ 2 മുറിയിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കണ്ടേ? എന്താ സാർ ആ മുറി വേറെ ആർക്കും കൊടുത്തതാണ്? സംശയം എന്താ? അപ്പൊ അതുകൊണ്ട് പാർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഡൽഹിയിലും ഒക്കെ പല സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ താമസിപ്പിക്കുക, ഒരുപാട് ആളുകൾ ഉണ്ടാവും, സഖാക്കള്. അപ്പൊ MP ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ പാർട്ടിയുടെ, ആ MP ആയിട്ട് അങ്ങർക്ക് കിട്ടിയിരിക്കുന്ന ക്വാർട്ടേഴ്സ് ഇല്ലേ, ഈ സമ്മേളനം ചേരുന്ന സമയത്തല്ലേ MP വരേണ്ട കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. അത് കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് AKG ഭവനിൽ പോയി താമസിക്കാമല്ലോ. ഈ MP-ക്ക് കിട്ടുന്ന ക്വാർട്ടേഴ്സ് ഇല്ലേ, അവിടെ വേറെ ആളുകളായിരിക്കും താമസിക്കുന്നത്. പാർട്ടി പ്രവർത്തകരില്ലേ, അവരൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അവർ ചിലപ്പോൾ കുടുംബസമേതമൊക്കെ താമസിക്കുന്നുണ്ടാവും. പണ്ടും ഇങ്ങനെയായിരുന്നു എന്ന് MP നാരായണപിള്ള എഴുതിയ അനുഭവക്കുറിപ്പുകളൊക്കെ കണ്ട PKVക്ക് കിട്ടിയ ക്വാർട്ടേഴ്സ് ഇങ്ങനെയായിരുന്നു, അവിടെ ഇന്ന ആളുകളാണ്
ഞാൻ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ധാരാളം അനുഭവക്കുറിപ്പുകൾ എഴുതിയിട്ടില്ലേ. ഇങ്ങനെയാണ് അതിന്റെ സംവിധാനം. അതുകൊണ്ട് ആ MLA ക്വാർട്ടേഴ്സിലെ പ്രശാന്തിന്റെ മുറിയിൽ താമസിക്കുന്നത് ആരെന്ന് കൂടി മാപ്രകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് പോയ ആളിനെ തേടി പിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ നടന്നിരിക്കുന്നത് മുഴുവൻ വൃത്തികേടാണ്. കാരണം 832 രൂപയ്ക്കാണല്ലോ. അതെ, മാസവാടക 832 രൂപ, 300 സ്ക്വയർ ഫീറ്റ്, 6000 രൂപ. അത് ഞാൻ കണ്ടു കേട്ടോ. 6000 രൂപ ഒരു വർഷത്തെ വാടക കൊടുത്തിട്ടുണ്ട്. VK പ്രശാന്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു MLAക്ക് ഏതാണ്ട് 1,15,000, 1,60,000 വരെ, 1,60,000 വരെ കിട്ടും. കൂടാതെ ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ മാത്രം 68,000 രൂപ കിട്ടും. മാസം 30,000 രൂപ വാടക കൊടുക്കാനുള്ളത് കിട്ടും. 29,000 രൂപ ലാഭം. അതാണ് VK പ്രശാന്തിന്റെ ലാഭം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് അഭിപ്രായം ഉണ്ടെന്നേ. ആ 29,000 രൂപ പാർട്ടിക്ക് ലഭ്യ കൊടുക്കണം എന്ന്. നിങ്ങൾക്ക് എന്തായാലും 832 രൂപ വാടകയ്ക്ക് ഇത് ഞങ്ങളിത് ഏർപ്പെടുത്തി തന്നുണ്ടല്ലോ. അതിൽ ലാഭം കിട്ടുന്ന 29,000 രൂപ ഉണ്ടല്ലോ, അത് പാർട്ടിക്ക് ലഭ്യമായിട്ട് തരണമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അപ്പൊ പാർട്ടി കുടുങ്ങിയില്ലേ? അങ്ങനെയൊക്കെ പറയുന്ന പാർട്ടിയാണെന്ന്. ഇത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം ഓർക്കുന്നുണ്ട്. വെറുതെ അല്ല പറഞ്ഞതല്ലേ? അതാണ്. അപ്പൊ ഇങ്ങനെ ഇനി ലവി 29,000 രൂപ ലവിയായിട്ട് പ്രശാന്ത് കൊടുത്തിട്ടില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് മുൻകാല പ്രാബല്യത്തോടുകൂടി പാർട്ടി ഈടാക്കണം. 7 വർഷത്തെ വേണ്ടി വരും. അത് വേണ്ടി വരും. മാസം അത് കണക്കാക്കിയിട്ട് അത് ആ 30,000 രൂപയിൽ നിന്ന് 832 രൂപ കഴിച്ചുള്ള ബാക്കി. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു ലളിതമായ ഗണിതമൊന്നുമല്ല ഇത്. ഇത് ആൾജിബ്രയത്. അപ്പൊ ഈ ഓപ്പറേഷൻ ശ്രീലേഖ എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ടുള്ള അഴിമതിയുടെ കണക്കൊന്നും അല്ല പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലേ? ഒരുപാട് ഉദ്യോഗസ്ഥന്മാരിപ്പം മാറും, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് മാത്രല്ല, അവിടെ കടമുറികളില്ലേ, പാളയത്തുള്ള കടമുറികൾ, സാഫല്യം കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞു. സാഫല്യം കോംപ്ലക്സ് അതിൽ നടന്നിട്ടുള്ളത് പാർട്ടിക്കാർക്കൊക്കെ അല്ലേ ചെന്ന് ചോദിക്കുമ്പോ കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ മാത്രല്ല, ചില സമയത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ അടുത്തായത് കൊണ്ടേ ഈ മറ്റേ ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള കല്ല്, വടിവാള് ഇതൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളുമൊക്കെ അല്ലേ ഇത്തരം കടകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വളരെ എന്തായാലും 3 മാസത്തിനകം ഒഴിഞ്ഞാൽ മതി എന്ന് മറ്റോ ശ്രീലേഖ നിലപാടെടുത്തിട്ടുണ്ട്. അതെ, കരാറ് കഴിയുന്ന മുറയ്ക്ക് മതി എന്നാണ് പറയുന്നത്. വാടക കരാറ് കഴിയുന്ന മുറയ്ക്ക്. അപ്പോഴും പ്രശാന്ത് പറയുന്നത് MLA എന്ന് പറയുന്നത് കൗൺസിലറേക്കാൾ മുകളിലാണ്. എന്തിനാണ് ഇവർ ഈ ധാർഷ്ട്യം കാണിക്കുന്നത്? വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അവതരിപ്പിക്കുക, ശരി വിട്ടുതരാം അല്ലെങ്കിൽ അത് ചെയ്തു തരാം എന്ന് പറയാനുള്ള മനസ്ഥിതി എന്താ കാണിക്കുന്നത്? അപ്പോൾ ഉള്ളിൽ കള്ളമുള്ളത് കൊണ്ടാണ് ഒരുപാട് പൊയ്മുഖങ്ങൾ എടുത്ത് അണിയേണ്ടി വരുന്നത്. അതെ, അത് പ്രശാന്ത് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെക്കാൾ മുകളിലാണ് എന്ന് ഭാവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആരും ആരുടെയും മുകളിലല്ലല്ലോ. ഒരു മനുഷ്യന് കിടക്കാൻ എത്ര സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് ടോൾസ്റ്റോയുടെ ഒരു കഥയില്ലേ, 6 അടി മണ്ണ്, ഇത്രയല്ലേ ഉള്ളൂ. എല്ലാവരും അങ്ങ് തിരിച്ചു പോവില്ലേ? പഞ്ചഭൂതമായിട്ട് ജനിക്കുന്നു, പഞ്ചഭൂതത്തിൽ ലയിച്ചു പോകുന്നു. പക്ഷെ ഇത്തരം ഈ ഫിലോസഫി ഉണ്ടല്ലോ, അത് സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഫിലോസഫി VK പ്രശാന്തിന് അറിയുന്നുണ്ടാവില്ല. അതാണ് ഈ മാർക്സിസത്തിന്റെ ഒരു പ്രശ്നം. കുറച്ച് സനാതനവും ഉപനിഷത്തും ഒക്കെ സമയം കിട്ടുമ്പോൾ വായിച്ചു കഴിഞ്ഞാല് ഈ MLA സ്ഥാനത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശാന്ത് ആരായിരിക്കും കൂടി പ്രശാന്ത് ആലോചിക്കണമല്ലോ. പോലീസുകാരൻ റിട്ടയർ ചെയ്താലും ഈ MLA സ്ഥാനം പോയാലും ഒക്കെ ഒരുപോലെയാ. ആ തൊപ്പി ഇരിക്കുള്ളേ വിലയൊക്കെ ഉള്ളൂ. അത് പ്രശാന്ത് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ ഓപ്പറേഷൻ ശ്രീലേഖ എന്ന് പറയുന്നത് CPM-ന്റെ അടിവേരിളക്കുന്ന ഒരു നീക്കമാണെന്നാണ് സാർ പറയുന്നത്. അവസാനമായിട്ട് പറഞ്ഞത് അഹമ്മദാബാദ് ഞങ്ങൾ പിടിച്ചിട്ടാണ് ഗുജറാത്തില് പിടിച്ചതെന്ന് മോദി പറഞ്ഞിട്ടുണ്ടല്ലോ. ചില്ലറ കാര്യമൊന്നുമല്ല അവിടെ സംഭവിച്ചിരിക്കുന്ന. അടിപ്പട്ടലം വേരിളകിയിരിക്കുകയാണ്. അപ്പോൾ MLA ക്വാർട്ടേഴ്സിൽ നിന്നും ഏതായാലും ഇറങ്ങേണ്ടി വരും പ്രശാന്തിന്. അപ്പോൾ അതിൻ്റെ കൂടി കാലാവധിയൊക്കെ പ്രശാന്ത് കണക്ക് കൂട്ടുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.